അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആപ്പിൾ ബനാന സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ആപ്പിളും അതേപോലെ ഒരു പഴവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ 2 പഴം വരെയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ആപ്പിൾ ഞാനൊരു 1/4 ഭാഗത്തോളം മാത്രമേ ഇപ്പോൾ ഈ ഒരു ജ്യൂസിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പഴം മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സ്മൂത്തിയിലോട്ട് തൈര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം കാണാം. ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആപ്പിൾ ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്